ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി കണ്ടപ്പോൾ മനസ്സിലായല്ലോ, മുട്ടക്കറിയാണ്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈസ്റ്റർ വിഷുവൊക്കെ ആഘോഷിച്ച് ആകെ ക്ഷീണിച്ച് കുറേ വിഭവങ്ങളൊക്കെ കഴിച്ചൊക്കെ ഇരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ എന്തായാലും വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു മുട്ടക്കറി ഇഷ്ടമാവും കേട്ടോ. ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെയോ അപ്പത്തിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ ഒക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മുട്ടക്കറി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 3 മുട്ട വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് ഒരു വലിയ സവോളയും ഒരു അത്യാവശ്യം വലിപ്പമുള്ള മീഡിയം വലിപ്പത്തിനേക്കാൾ കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു സവോള എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മീഡിയം വലിപ്പത്തിലുള്ള സവോളയാണ് എടുക്കുന്നതെങ്കിൽ 3 സവോള തന്നെ എടുത്തോളൂ. ഒരു മുട്ടയ്ക്ക് ഒരു സവോള എന്നുള്ള കണക്കിൽ. പിന്നെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കൂടുതലായിട്ട് ഈ ഒരു കറിയിൽ പച്ചമുളകിൻ്റെ എരിവാണ് ഉണ്ടാവുക. നമ്മൾ മുളക് പൊടി ചേർക്കുമെങ്കിലും പച്ചമുളകാണ് മെയിനായിട്ട്. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒരു 3 അല്ലി വെളുത്തുള്ളി ചേർക്കാം. ഞാനിപ്പോൾ ഈ ഒരു മുട്ടക്കറിയിൽ വെളുത്തുള്ളി ചേർക്കുന്നില്ല. പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മുട്ടക്കറി നമുക്ക് 2 രീതിയിൽ വയ്ക്കാം കേട്ടോ. തേങ്ങ അരച്ചും വയ്ക്കാം, തേങ്ങാപ്പാൽ ഒഴിച്ചും വയ്ക്കാം. ഞാൻ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. അപ്പോൾ അത് എളുപ്പമാണ്. പിന്നെ നിങ്ങൾക്ക് തേങ്ങ അരച്ചു മതിയെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ഞാനിപ്പോൾ ചെയ്യുമ്പോൾ പറയാം. ആദ്യം നമുക്ക് ഈ സവോള ഒന്ന് നീളത്തിൽ സ്ലൈസ് ചെയ്തെടുക്കാം. കനം കുറച്ച് സ്ലൈസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ എരിവൊക്കെ കറിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്നത്. ഇഞ്ചി നമ്മുടെ ഇഷ്ടത്തിന് ചതച്ച് ചേർക്കണമെങ്കിൽ ചതച്ച് ചേർക്കാം, ഇല്ലെങ്കിൽ മുറിച്ച് ചേർക്കാം. ഞാനിപ്പോൾ മുറിച്ചാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് കറി റെഡിയാക്കാം. അപ്പോൾ നമ്മൾ കറി റെഡിയാക്കാനായിട്ട് ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. പെരിഞ്ജീരകം ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ പെരിഞ്ജീരകം ചൂടായി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് ചേർക്കാം. ഞാനിപ്പോൾ ചെറിയ വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കട്ട് ചെയ്തിട്ടൊന്നുമില്ല. കട്ട് ചെയ്യാതെയാണ് ചേർക്കുന്നത്. വലിയ വറ്റൽമുളകാണെങ്കിൽ ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചി ഉണ്ടല്ലോ, വെളുത്തുള്ളി ചേർക്കുന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയും കൂടി ചേർക്കുക. ഇനി ഇഞ്ചി ഒന്ന് കുക്കായി തുടങ്ങണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു മുട്ടക്കറി എല്ലാവർക്കും ഉണ്ടാക്കാൻ വളരെ എളുപ്പമുള്ളൊരു മുട്ടക്കറിയാണ് കേട്ടോ. തേങ്ങ അരച്ചാണ് വയ്ക്കുന്നതെങ്കിൽ തേങ്ങ മാത്രം അരച്ചാൽ മതി. വേറെ അതിലേക്ക് ഒന്നും ചേർക്കണ്ട. വെറുതെ തേങ്ങ മാത്രം അരച്ചെടുത്തിട്ട് നമുക്ക് ഈ ഒരു മുട്ടക്കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇഞ്ചിയൊക്കെ ഒന്ന് ചൂടായി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. സവോള ചേർത്തിട്ട് കുറച്ച് ഉപ്പ്, നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത് സവോള ഒന്ന് കുക്കായി തുടങ്ങുമ്പോൾ നമുക്ക് പച്ചമുളക് ചേർക്കാം. അപ്പോൾ ഇതിൽ ഈ സവോള വഴറ്റിയെടുക്കുന്നത് മാത്രമേ നമുക്ക് കുറച്ച് ടൈം എടുക്കുന്ന ഒരു കാര്യമുള്ളൂ കേട്ടോ. ബാക്കിയുള്ളതെല്ലാം വളരെ എളുപ്പത്തിൽ കഴിയുന്ന കാര്യങ്ങളാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തേങ്ങാപ്പാലൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ച് അല്ലെങ്കിൽ തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കറി റെഡിയാക്കാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ സവോള വഴറ്റാൻ വെച്ചിട്ട് നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം, തേങ്ങ അരച്ചെടുക്കാം. ഇതിലേത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എല്ലാവരുടെയും ഈസ്റ്ററും വിഷുവും ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളോടൊക്കെ ഞാൻ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമൻറ്റ്സ് ഒന്നും അധികം വന്നില്ല. ഈസ്റ്ററിനെ കുറിച്ചും വിഷുവിനെ കുറിച്ചും എന്തൊക്കെ ഡിഷസ് ഉണ്ടാക്കിയെന്നൊക്കെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറേ പേരൊക്കെ കമൻറ്റ് ചെയ്യാറില്ലല്ലോ. കുറേ ആളുകൾ ചിലപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കമൻറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റൊക്കെ ചെയ്യൂ. എന്തൊക്കെയായിരുന്നു വിഷുവിന് വിഭവങ്ങൾ അല്ലെങ്കിൽ ഈസ്റ്ററിന് വിഭവങ്ങൾ, പിന്നെ എല്ലാവരും അടിപൊളിയായിട്ട് വിഷുവും ഈസ്റ്ററൊക്കെ ആഘോഷിച്ചോ എന്നുള്ളതും ഒക്കെ ഒന്ന് പറയണേ. അതൊക്കെ അറിയുമ്പോൾ വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ ഒന്ന് പറയണേന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ സവോള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കട്ടെ. നല്ല ഡാർക്ക് ബ്രൗൺ ആവണ്ട, ഒന്ന് സോഫ്റ്റായി ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ ആയി തുടങ്ങണം. അതുവരെ ഇളക്കി കൊടുക്കുക. നമുക്കിനി പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ മുട്ട മുഴുവനേ ചേർക്കണമെങ്കിൽ മുഴുവനേ ചേർക്കാം. ഞാനിപ്പോൾ 2ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ആ കട്ട് ചെയ്തിട്ട് ചേർക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയിൽ നമ്മുടെ ആ ഗ്രേവിയുടെ ടേസ്റ്റൊക്കെ മുട്ടയിലേക്ക് വേഗം തന്നെ പിടിച്ച് കിട്ടും. പക്ഷേ ഇത് അധിക സമയം കുക്ക് ചെയ്യുന്നൊരു മുട്ടക്കറിയല്ല കേട്ടോ. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ചെയ്യുമ്പോൾ പോകുന്ന വഴിയെ പറഞ്ഞു പോകാം. ഇപ്പോൾ സവോള ഒന്ന് കുക്കായി വരട്ടെ. അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ സവോള വേഗം കുക്കായി കിട്ടും. അപ്പോൾ ഞാനൊന്ന് അടച്ച് വയ്ക്കാൻ പോവാണ് എല്ലാം ഒരുമിച്ചാക്കിയിട്ട്. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ചെറുതായിട്ട് കളറൊക്കെ മാറി തുടങ്ങി. ഞാനൊരു 3-4 പ്രാവശ്യം ഇളക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ ഞാനൊരു പേസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് പറയാം.
നമ്മുടെ തേങ്ങാപ്പാലിലാണ് പേസ്റ്റ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. 1.25 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് കുറച്ച് ലൂസായിട്ടുള്ളൊരു പേസ്റ്റായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ സവോളയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വെറുതെ വെള്ളത്തിൽ, നമ്മളിപ്പോൾ തേങ്ങ അരച്ചാണ് ചേർക്കുന്നതെങ്കിൽ വെറുതെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ തേങ്ങാപ്പാൽ ഉള്ളതുകൊണ്ട് തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്തു എന്നേ ഉള്ളൂ. ഇനി ഈ പേസ്റ്റിൻ്റെ ആ റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് മുട്ടക്കറിക്ക് പുളി നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ തക്കാളി ചേർക്കുന്നില്ല, അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ചില സമയത്ത് മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ തക്കാളി ഒന്നും ചേർക്കാറില്ല, ചില സമയത്ത് മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ തക്കാളി ചേർക്കാറുണ്ട്. അപ്പോൾ ഇത് തക്കാളി ചേർക്കാത്ത മുട്ടക്കറിയാണ്. അല്ലെങ്കിൽ തക്കാളി അരച്ച് ചേർക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് വ്യത്യാസം വരുത്താം. നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം ചേർക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ പച്ചത്തക്കാളി ആകുമ്പോൾ മുട്ടക്കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പഴുത്ത തക്കാളി തന്നെ ചേർക്കാണ് കറികൾക്ക് ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് കുക്കായി കിട്ടുകയും ചെയ്യും. കരിഞ്ഞു പോകുന്നുള്ള പേടിയും വേണ്ട. കുക്കിങ്ങൊക്കെ പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ ബാച്ചിലേഴ്സാണ്, അവർക്ക് കുക്കിംഗ് അത്ര വശമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ പൊടികൾ വെള്ളത്തിലോ തേങ്ങാപ്പാലിലോ ഒക്കെ മിക്സ് ചെയ്തിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊടികൾ കരിഞ്ഞു പോവാതെ കിട്ടും. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന കറിവേപ്പില ഉണ്ടല്ലോ, അതൊരു 2 തണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ എത്രയും കൂടുതൽ ചേർക്കുന്നോ അത്രയും നമ്മുടെ കറികൾക്ക് ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കുക്കായി വരട്ടെ. ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ മൺചട്ടിയിൽ കുക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇതുപോലെ ചട്ടിയിൽ പിടിച്ചു വരുന്നത്. നിങ്ങൾ നോൺ സ്റ്റിക്ക് പാനിലാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ പിടിച്ചു വരില്ല കേട്ടോ. പിന്നെ തേങ്ങാപ്പാലിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല. ഒരു 2.25 കപ്പ് ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന്, നമുക്ക് എത്രത്തോളം കറി വേണം എന്നുള്ളതനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് തേങ്ങാപ്പാൽ ചേർക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ചേർക്കാൻ പോകുന്നത് അത്യാവശ്യം എരിവുള്ള കറിയാണ് കേട്ടോ. തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നുണ്ടെങ്കിലും കുറച്ച് എരിവുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ചേർക്കുന്നുണ്ട്, പച്ചമുളകിൻ്റെ എരിവുണ്ട്, മുളക് പൊടിയുടെ എരിവുണ്ട്. പൊടികളൊന്ന് കുക്കായി തുടങ്ങുമ്പോൾ വേണം നമ്മൾ ഇതുപോലെ കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കാൻ. അതുപോലെ തന്നെ നമ്മുടെ ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ, ഇത് രണ്ടും ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇത് ഒരുപാട് കുക്കാവൊന്നും വേണ്ട കേട്ടോ. കുരുമുളകൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ, ചെറിയ തരിതരിപ്പോടെയാണ് ഞാൻ പൊടിച്ചിട്ടുള്ളത്, അപ്പോൾ അതൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ മുട്ടക്കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ 2ാം പാലാണിത്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് ഇപ്പോൾ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു മുട്ടക്കറി തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ 1ാം പാൽ എടുക്കുന്നതിൻ്റെ കൂടെ കുറച്ച് കാഷ്യൂനട്ടൊക്കെ അരച്ച് ചേർക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ തേങ്ങ അരച്ചാണ് മുട്ടക്കറി ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിലേക്കും തേങ്ങയുടെ കൂടെ കാഷ്യൂനട്ടൊക്കെ അരച്ച് നല്ല റിച്ച് ആയിട്ടുള്ള മുട്ടക്കറി റെഡിയാക്കാം. ഈ ഒരു മുട്ടക്കറി ഒരു ഫംഗ്ഷന് സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും പറ്റിയൊരു മുട്ടക്കറിയാണ്. നമുക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്ക് മാത്രമല്ല, അല്ലാതെയും നമുക്കിപ്പോൾ പാലപ്പത്തിൻ്റെ കൂടെ, പൊറോട്ടയുടെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണിത്. അപ്പോൾ ഇനി നമ്മുടെ കറിയുടെ ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കറക്റ്റാണോ നോക്കുക. ഉപ്പ് കറക്റ്റാണെങ്കിൽ അടച്ചു വെച്ചിട്ട് ഒന്ന് കുറച്ച് തേങ്ങാപ്പാൽ വറ്റിച്ചെടുക്കുക. കുറച്ചൊന്ന് വറ്റി വന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഉപ്പ് കറക്റ്റാണ്. ഞാനിനി ഉപ്പ് ചേർക്കുന്നില്ല. എരിവൊക്കെ ആവശ്യത്തിനുണ്ട്. തേങ്ങാപ്പാലിൻ്റെ ആ ഒരു മധുരമൊന്നും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല നമ്മളധികം എരിവ് ചേർക്കുന്നത് കൊണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ നിങ്ങൾ മുളക് പൊടിയുടെ അളവ് കുറയ്ക്കുക, അല്ലെങ്കിൽ മുളക് പൊടി ചേർക്കാതിരിക്കുക. അപ്പോൾ ഈ ഒരു കളറ് കിട്ടില്ല കറിക്ക്. മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തോളൂ. എരിവുള്ള മുളക് പൊടി ചേർക്കണ്ട കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ. അപ്പോൾ നമുക്കിനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ തിളപ്പിക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ചിരുന്ന തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്, കണ്ടോ, നന്നായിട്ട് കുറുകി. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണും കൂടി ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. ലാസ്റ്റ് ഒന്ന് ഗരം മസാലപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. മുട്ട ചേർത്ത് കഴിഞ്ഞിട്ട് ചെയ്താലും മതി. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ജസ്റ്റ് വീഡിയോയിൽ ഒന്ന് ഫോട്ടോ എടുക്കാൻ ഭംഗിക്ക് വേണ്ടി ലാസ്റ്റാണ് മുട്ട വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മുട്ട ഈ ഒരു സ്റ്റേജിൽ ആഡ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഈ ഒരു സ്റ്റേജിൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ലാസ്റ്റ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർക്കാം. ഞാനിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്, ഒരു 1/4 ടീസ്പൂൺ. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാത്രം നമ്മുടെ തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കുക.
എന്താണെന്ന് വെച്ചാൽ ചട്ടിയുടെ നല്ല ചൂടുണ്ട്, വേഗം തന്നെ തേങ്ങാപ്പാൽ ചൂടായി കിട്ടും. അപ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് തേങ്ങയുടെ 1/4 പാല് ചേർക്കുക കേട്ടോ. 1/4 പാല് ഞാനിപ്പോൾ 1 കപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കറി തിളയ്ക്കരുത്, തേങ്ങാപ്പാൽ തിളച്ചു പോകരുത്. അതുകൊണ്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് മൺചട്ടിയിലാണെങ്കിൽ മാത്രം ചെയ്യേണ്ട കാര്യമാണ്, അല്ലാതെ നോൺ സ്റ്റിക്ക് പാനിലാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് ഇളക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ തിളക്കില്ല. അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡിയായി. മുട്ട ചേർത്തിട്ടില്ല, ഇനി നമുക്ക് മുട്ട ചേർക്കാം. മുട്ട കട്ട് ചെയ്ത് വെച്ചത് ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. കണ്ടോ, ഇപ്പോൾ തിളച്ച് തുടങ്ങുന്നുണ്ട് ചട്ടിയുടെ ചൂടുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൺചട്ടിയിലാണ് വയ്ക്കുന്നതെങ്കിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാത്രം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടും ഇരിക്കുക. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്തു. പരിപാടി കഴിഞ്ഞു, നമ്മുടെ മുട്ടക്കറി റെഡിയായി. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഡിപ്പ് ചെയ്തിടുക കേട്ടോ മുട്ട. എന്താണെന്ന് വെച്ചാൽ മുട്ടയിലേക്ക് മസാല പിടിക്കാൻ ഞാനിത് ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ പതുക്കെ ഒന്ന് ഡിപ്പ് ചെയ്ത് വയ്ക്കും. ഇപ്പോൾ ഫോട്ടോ എടുക്കുന്നതിന് മുന്നേ ഇങ്ങനെ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതാ തിളച്ചുകൊണ്ട് വരുന്നുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടും തിളയ്ക്കുന്നത്. ഇതാണ് മൺചട്ടിയിൽ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ഉള്ളൊരു കുഴപ്പം. നമ്മുടെ തിളയ്ക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ തിളയ്ക്കും. മുട്ടയൊക്കെ മുങ്ങി തുടങ്ങി. അപ്പോൾ ഞാൻ അധികം ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ മുട്ട മുങ്ങിപ്പോകും കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നുമില്ലല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി, നിങ്ങൾക്ക് ഈ ഒരു മുട്ടക്കറിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും എല്ലാവരും മുട്ടക്കറി ഉണ്ടാക്കി നോക്കും എന്ന പ്രതീക്ഷയോടെ നമുക്ക് നാളെ കാണാം.